P.F. മാത്യൂസിന്റെ അടിയാള പ്രേതത്തെക്കുറിച്ച് പ്രശസ്ത സാഹിത്യകാരൻ എസ് ഹരീഷ്. ഇരുട്ടിലൊരു കുറ്റാന്വേഷകൻ. പിശാചുക്കളുടെ ലോകത്ത് കടക്കാൻ നമ്മൾ മനുഷ്യന്മാർക്ക് അനുവാദമില്ല. അങ്ങനെ കടന്നവര് തിരിച്ചു വന്നിട്ടുമില്ല. ഈ നോവലിലെ ചീര പറയുന്നുണ്ട്, പിശാചുക്കളുടെ ലോകം ഓർമ്മകളുടെയും മരണത്തിന്റെയും കഥകളുടെയും ലോകമാണ്. അതുകൊണ്ട് തന്നെ അത് എഴുത്തുകാരന്റെ ലോകവും വിധിയും അയാൾക്കുള്ള കെണിയുമാണ്. അടിയാള പ്രേതത്തിലെ കുഞ്ഞുമാക്കോതയെപ്പോലെ അറിഞ്ഞുകൊണ്ട് അയാൾ ആ കുടുക്കിൽപ്പെട്ടു പോകുന്നു. ജന്മനാൽ തന്നെ പരേതരുടെയും ഓർമ്മകളുടെയും കെണിയിൽപ്പെട്ടയാളാണ് P.F. മാത്യൂസ് എന്ന എഴുത്തുകാരൻ. പക്ഷേ ചാവുനിലത്തിൽ നിന്നും ഇരുട്ടിൽ ഒരു പുണ്യാളനിൽ നിന്നും ഈ നോവൽ വ്യത്യാസപ്പെടുന്നത് ചരിത്രത്തിന്റെ അനീതികളെയും ആവർത്തനങ്ങളെയും നിശിതമായി ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ടുകൂടിയാണ്. ഫിക്ഷനിൽ രാഷ്ട്രീയം പറയേണ്ടത് എങ്ങനെയെന്ന് ഈ നോവൽ പഠിപ്പിക്കുന്നു. പക്ഷേ കാലഹരണപ്പെട്ടു പോകുന്ന ദൈനംദിന രാഷ്ട്രീയമല്ല, മനുഷ്യകുലത്തോളം പഴക്കമുള്ള ചൂഷണങ്ങളെയും വംശവെറിയെക്കുറിച്ചുമാണ് ഈ നോവൽ പറയുന്നത്. 1950കളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുമാക്കോതയുടെ കുടുംബത്തിന്റെയും 1663 കൊല്ലപ്പെട്ട പേരില്ലാത്ത ഒരു കാപ്പിരിയുടെയും കഥയാണ് അടിയാള പ്രേതമെന്ന് ചുരുക്കി പറയാം. രണ്ടും നടന്നത് കച്ചവടത്തിനും വെട്ടിപ്പിടുത്തങ്ങൾക്കുമായി എല്ലാ ഭാഷക്കാരും മതക്കാരും രാജ്യക്കാരും വന്നടിഞ്ഞ കൊച്ചിയിലാണ്. നൂറ്റാണ്ടുകളുടെ ഇടവേളകളിൽ കൊല്ലപ്പെട്ടത് അടിയാളരാണ്. രണ്ടു തരം അധകൃതത്വമാണ് അവർ പേറുന്നതെങ്കിലും അവയെ ബന്ധിപ്പിക്കുന്ന ചരടുകൾ ഒന്നു തന്നെയാണ്. വ്യത്യസ്തതരം അടിമത്തവും വ്യത്യസ്തതരം കറുപ്പുമാണെന്നേ ഉള്ളൂ. ജാതി കൂട്ടിവിളിക്കാത്ത ആളുടെ ജാതിയെക്കുറിച്ചാണ് ഈ നോവൽ പറയുന്നത്. പുതിയ കേരളത്തിൽ പ്രത്യക്ഷത്തിലല്ലാതെ പുരോഗമന ജീവിതത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ജാതിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അൽമേഡ സായിപ്പ് എന്ന പോർച്ചുഗീസുകാരൻ അക്കാലത്തെ ജാതി കേരളത്തിൽ എത്രയോ ഭേദപ്പെട്ടവനാണെന്ന് നമുക്ക് തോന്നാം. അയാൾ അടിമയായി കൊണ്ടുവന്ന കാപ്പിരിയോട് തൊട്ടുകൂടായ്മ കാണിക്കാറില്ല. വീട്ടിൽ തന്നെ ആഹാരവും ഉറങ്ങാനിടവും കൊടുക്കും. എന്നാൽ എന്നെങ്കിലും തിരിച്ചു വരുന്ന തന്റെ പിൻഗാമികൾക്കായി നിധി കാക്കാൻ ഇടനെഞ്ചിൽ പിച്ചാത്തി കയറ്റിയെന്ന് മാത്രം. ജനാധിപത്യം വന്ന ശേഷം ജീവിക്കുന്ന അച്ചമ്പി മാപ്പിളയും വളരെ ഭേദപ്പെട്ടവനാണ്. അയാൾ കുഞ്ഞുമാക്കോത പറയനെ ജാതിപ്പേര് കൂട്ടി വിളിക്കാറില്ല. അയാൾക്കൊപ്പം കള്ളു കുടിക്കും. സ്വന്തം പറമ്പിൽ വീട് വെച്ചു കൊടുക്കും. എന്തെങ്കിലും കയ്യബദ്ധം കാട്ടിപ്പോയാൽ കുട്ട നിറയെ സാധനങ്ങളുമായി വീട്ടിൽ ചെന്ന് സുഖിപ്പിക്കും. എന്നാൽ മാപ്പിളയുടെ നിധിവേട്ടയ്ക്കായി അവസാനം തലയില്ലാതെ ഓടാനായിരുന്നു കുഞ്ഞുമാക്കോത പറയന്റെ വിധി. ആധുനിക മലയാളിയുടെ മുഖത്തേക്ക് ടോർച്ചടിക്കുകയാണ് ഇവിടെ നോവലിസ്റ്റ്. നമ്മളും ജാതി പറയാറില്ല. ഇഷ്ടം പോലെ പന്തിഭോജനങ്ങൾ നടത്തും. സോഷ്യൽ മീഡിയയിൽ നീതിക്കായി ശബ്ദമുയർത്തും. പക്ഷേ വെള്ളത്തിൽ നിന്ന് തിരിച്ചു കയറാൻ കൂട്ടാക്കാത്ത മൃഗത്തെപ്പോലെ രഹസ്യത്തിൽ മനുസ്മൃതിയിൽ മുങ്ങിക്കിടക്കും. അൽമേഡ സായിപ്പും അച്ചമ്പി മാപ്പിളയും അതാത് കാലത്തെ ആധുനികർ തന്നെയായിരുന്നു. വീട്ടിൽ വന്ന പള്ളിക്കാരെ തുണിപൊക്കിക്കാട്ടിയ ആളാണ് അച്ചമ്പി. ഭൂമിയിലെ മിക്കവാറും ജീവിവർഗങ്ങളുടെയും ഒപ്പം അവരുടെ കുലത്തിൽപ്പെട്ട മറ്റ് ജീവിവർഗങ്ങളുമുണ്ട്. മാർജാരകുലത്തിൽ കടുവയും പൂച്ചയും പുലിയുമൊക്കെ ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യകുലത്തിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ കൊന്നു തീർത്തതായാണ് കരുതപ്പെടുന്നത്. മനുഷ്യർ എത്തിച്ചേർന്നതിന് ശേഷം കുറഞ്ഞ കാലം കൊണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ജീവജാലങ്ങൾ മുക്കാലേമുണ്ടാണിയും നശിച്ചതായാണ് ചരിത്രം. നശിപ്പും കൊലകളുമാണ് മനുഷ്യകഥയെന്ന് ബോധ്യമുള്ളതുകൊണ്ടാകാം P.F. മാത്യൂസിന്റെ എഴുത്തുകൾ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ദൃശ്യം ഒട്ടും നിറമുള്ളതല്ല. ചാവുനിലം പോലെ ചതുപ്പും ഇരുളും ചാരനിറവും ഭംഗിയില്ലാത്ത മഴയുമാണതിൽ നിറയെ. ദസ്തേവ്സ്കിയുടെ എഴുത്തുകൾ പോലെ ഇവയിലും പ്രകൃതി വർണ്ണനകൾ അധികം കാണില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊരു വിധവയുടെ മുഖം പോലെ ഇരിക്കും. യുക്തിപൂർവമുള്ള കീറിമുറിക്കലുകളാണ് ഒരു കുറ്റാന്വേഷണ കഥയുടെ പ്രത്യേകത. എന്നാൽ ആദ്യമേ തന്നെ യുക്തിയെ ദൂരെ കളയുന്ന അന്വേഷണമാണ് അടിയാള പ്രേതത്തിലേത്. റീസണിംഗ് അവിടെ കളിയാക്കപ്പെടുന്നുണ്ട്. ഡ്രീം ലോജിക്കാണ് തന്നെ നയിക്കുന്നതെന്ന് ഉണ്ണിച്ചക്കൻ തന്നെ പറയുന്നുമുണ്ട്. യുക്തിചിന്തയാണ് മനുഷ്യചരിത്രത്തിൽ ആധുനികതയെ അടയാളപ്പെടുത്തിയത്. അതിനോടുള്ള അവിശ്വാസം കൂടിയാണ് ഈ നോവൽ. മതവും ഏകാധിപത്യവും തമ്മിൽ
അകലങ്ങളില്ലാത്തതുപോലെ യുക്തിചിന്തയും ഫാസിസവും തമ്മിലും വലിയ ദൂരമില്ല. യൂറോപ്പിൽ ശാസ്ത്രബോധം വളർന്നു വളർന്ന് വംശശുദ്ധിവാദങ്ങളിലേക്കും ലോകമഹായുദ്ധങ്ങളിലേക്കും നയിച്ചത് നമുക്കറിയാവുന്നതാണ്. മനുഷ്യ പ്രയത്നത്തിലും പുരോഗതിയിലുമുള്ള കടുത്ത വിശ്വാസം നാസി ജർമ്മനിക്കും സോവിയറ്റ് റഷ്യയ്ക്കും പൊതുവായി ഉണ്ടായിരുന്നു. ലോകം ക്രമാനുഗതമായ പുരോഗതിയിലേക്കും ആത്യന്തിക നന്മയിലേക്കും എന്തോ വലിയ ലക്ഷ്യത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നത് അതിരുകടന്ന ശുഭചിന്തയാണ്. ജീവിയെന്ന നിലനിൽപ്പിനാവശ്യമായ നന്മ മാത്രമാണ് നമ്മൾ കാലങ്ങളിലൂടെ സമ്പാദിച്ചത്. രണ്ടുപേർ ചരിത്രത്തിലൂടെയും കാലത്തിലൂടെയും നടത്തുന്ന അന്വേഷണമാണ് ഈ നോവൽ. ആദ്യത്തേത് സ്റ്റേഷനിൽ പുതുതായി ചാർജെടുത്ത SI ഉണ്ണിച്ചക്കൻ്റേതും, രണ്ടാമത്തേത് അയാളുടെ തിരോധാനത്തിന് ശേഷം CI ബെഞ്ചമിൻ്റേതും. വസ്തുതകളെ കൂട്ടിയോജിപ്പിച്ചല്ല ഉണ്ണിച്ചക്കൻ മുന്നേറുന്നത്. കറുപ്പൻ എന്ന വായനശാല നടത്തിപ്പുകാരൻ്റെ ഓർമ്മകളും കഥകളും തൻ്റെ തന്നെ തോന്നലുകളുമാണ് അയാളെ നയിക്കുന്നത്. നാടിൻ്റെ അനൗദ്യോഗിക ചരിത്രം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് കറുപ്പൻ. മിത്തുകൾ നുണയല്ല, പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതമാണെന്ന് ഉണ്ണിച്ചക്കൻ തന്നെ പറയുന്നുണ്ട്. ചരിത്രം നിഷേധിക്കപ്പെട്ട ജനത അതിനെ മിത്തുകളിലൂടെയും കഥകളിലൂടെയുമാണ് മറികടക്കുന്നത്. അതിനെ യുക്തി കലർത്തി നിഷേധിക്കുന്നത് തങ്ങളെ തന്നെ ഇല്ലാതാക്കാനാണെന്ന് ഉണ്ണിച്ചക്കന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അയാൾ കഥകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. വാഗമണിലും കാഞ്ഞിരപ്പള്ളിയിലും അയാൾ കഥകൾ അന്വേഷിച്ചാണ് പോകുന്നത്. തൻ്റെ വംശത്തിൻ്റെ ചരിത്രമില്ലായ്മയെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും പൊയ്കയിലപ്പച്ചൻ പറഞ്ഞത് ഓർമ്മിക്കാം. ഉണ്ണിച്ചക്കൻ കഥകളിലൂടെ അന്വേഷിക്കുന്നതും തൻ്റെ വംശത്തിൻ്റെ ചരിത്രമാണ്. ചെല്ലുന്നിടത്തെല്ലാം അയാൾ പട്ടികജാതിക്കാരൻ എന്ന് തിരിച്ചറിയപ്പെടുന്നുമുണ്ട്, ആരും പറയാതെ തന്നെ. ഉണ്ണിച്ചക്കൻ്റെ അന്വേഷണ രീതികളെ പകുതി മാത്രം വിശ്വാസത്തിലെടുക്കുന്ന CI ബെഞ്ചമിനും അവസാനം ആ വഴിയിൽ തന്നെയാണ് എത്തിപ്പെടുന്നത്. അയാളും വില്യമച്ചൻ്റെ അടുത്തും പാലത്തിങ്കൽ തറവാട്ടിലും ചേലാട്ട് കുഞ്ഞിരാമമേനോന്റെ അടുത്തും കഥകൾ അന്വേഷിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ഈ നോവലിലെ അന്വേഷകൻ ബെഞ്ചമിൻ മാത്രമാണെന്നും പറയാം. അയാൾക്ക് വഴി തെളിച്ചു കൊടുക്കുന്ന ഒരു കഥ മാത്രമാണ് ഉണ്ണിച്ചക്കൻ്റേത്. അയാളൊരു അടിയാളപ്രേതമാണല്ലോ. നടന്നു തുടങ്ങിയ പ്രായത്തിൽ കൊല്ലപ്പെട്ട പേരില്ലാത്ത വെറും ചെക്കനാണ് ഉണ്ണിച്ചക്കൻ. പാപത്തിന്റെ ഫലമാണ് മനുഷ്യസഹനമെന്ന് മതം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കൊച്ചുകുട്ടികളുടെ സഹനത്തിന് എന്താണ് നീതീകരണമെന്ന് ദസ്തേവ്സ്കി ചോദിച്ചിട്ടുണ്ട്. നചികേതസിൻ്റേതുപോലുള്ള ചോദ്യങ്ങളും അന്വേഷണവുമാണ് ഉണ്ണിച്ചക്കൻ്റേതും. താൻ ആരാണെന്നും തന്നോട് ചെയ്ത നീതികേട് എന്തിനാണെന്നുമുള്ള ഉത്തരം കിട്ടാത്ത അന്വേഷണമാണ് അയാളുടേത്. നമ്മളെപ്പോലെ ആത്യന്തിക നീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ സ്വാസ്ഥ്യത്തിനാണെന്ന് തോന്നുന്നു അയാൾ ഇടയ്ക്കിടെ ഒരു പ്രതികാരദാഹിയാണെന്ന് തോന്നിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരു വഴി തുറന്നു കൊടുത്തുകൊണ്ട് അയാൾ പകുതി വഴിക്ക് വെച്ച് അപ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. വാഗമണിലെ ഒരു ശ്മശാനമാണ് അയാളുടെ വിലാസവും. ചുറ്റുമുള്ളത് കഥകളുടെ ലോകം മാത്രമാണെന്നും അതാണ് ഏറെക്കുറെ സത്യമെന്ന ബോധ്യവുമാണ് ഈ നോവലിന്റെ കാതൽ. അന്വേഷണങ്ങൾ കഥ തേടലാകുമ്പോൾ ഇതിലെ കുറ്റസമ്മതങ്ങൾ കഥ പറച്ചിലുകളാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പാതിയും ഭാവനയല്ലേ? കഥകളില്ലെങ്കിൽ പിന്നെ മനുഷ്യരുണ്ടോ എന്ന് ഉണ്ണിച്ചക്കൻ. നിറയെ കഥ പറച്ചിലുകാരാണ് ഈ നോവലിൽ. കറുപ്പനെ കൂടാതെ പറയൻ കുഞ്ഞിട്ടിയും കഥ പറച്ചിലുകാരനാണ്. ചേലാട്ട് കുഞ്ഞിരാമമേനോനും അയാളുടെ പറമ്പിലെ പണിക്കരും ആവേശത്തോടെ കുഞ്ഞുണ്ണിയുടെ കഥകൾ പറയുന്നവരാണ്. ചരിത്രത്തിലെ ഒരു വീരനായകനാണ് കുഞ്ഞുണ്ണി. അയാളുടെ കബന്ധങ്ങളാണ് അയാളുടെ കഥകൾ പണിയാനുള്ള ചുടുകട്ടകൾ. കോർണേലിയെയും കാർമലിയെയും പോലെ വിമുഖതയുള്ള കഥപറച്ചിലുകാരുമുണ്ട്. പുരുഷ ചിഹ്നങ്ങൾ എക്കാലവും അധികാരപ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിഹാസമാനങ്ങളുള്ള ഒരു കഥാപാത്രം നോവലിൽ കടന്നു വന്നാൽ അത്രയും അനീതിയും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അച്ചമ്പി മാപ്പിളയും അൽമേഡ സായിപ്പും പാലത്തിങ്കൽ കുഞ്ഞവറാച്ചനും ചേലാട്ട് കുഞ്ഞിരാമമേനോനും കുഞ്ഞുണ്ണിയും പൗരുഷം മുറ്റിയവരാണ്. വിട്ടുവീഴ്ചയില്ലാത്ത അധികാരപ്രയോഗവും ധീരോദാത്തതയുമാണ് അവരുടെ പ്രത്യേകത. കൊലപാതകത്തോളം എത്തുന്ന ആശ്രിത വാത്സല്യവുമുണ്ട്. അച്ചമ്പി ഒഴിച്ച് ബാക്കിയുള്ളവരുടെ സ്ത്രീകളെക്കുറിച്ച് പരാമർശമൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ അത്രത്തോളം സ്ഥാനമേ പെണ്ണുങ്ങൾക്കുള്ളൂ. ഭാര്യ അന്നംകുട്ടിയെയും അമ്മയെയും പരിഗണിക്കുക പോലും ചെയ്യാത്തയാളാണ് അച്ചമ്പി. നേരെ മറിച്ച് അടിയാള ജീവിതം പെണ്ണുങ്ങളുടേതു കൂടിയാണ്.
സാമാന്യ യുക്തിക്ക് പിടിതരാത്ത കാര്യങ്ങളിൽ ആഴത്തിൽ അറിവുള്ളയാളാണ് കുഞ്ഞുമാക്കോത. അച്ചമ്പിയുടെ മുന്നിൽ നിലമറന്നു പോയെങ്കിലും അയാളുടെ ജീവിതത്തിൽ ഭാര്യ ചീരയും പെങ്ങൾ കോതയുമുണ്ട്. അവരുടെ വഴക്കും കൂടോത്രവുമുണ്ട്. മരിക്കും വരെ നീണ്ട പ്രണയമുള്ളയാളുമാണ് കുഞ്ഞുമാക്കോത. പറയൻ കുഞ്ഞുമാക്കോതയുടെയും ബാലത്തി ചീരയുടെയും പ്രണയം നമ്മുടെ സാഹിത്യത്തിൽ സമാനതകളില്ലാത്തതാണ്. അടിയാള സ്ത്രീകൾ അവരുടെ കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും പ്രായണം മികച്ചതാണ്. നാത്തൂൻ ഒതളങ്ങ കലക്കിക്കൊടുക്കുന്ന കോത താനൊരു തമ്പുരാനെയും തൊഴാൻ പോകില്ലെന്ന പക്ഷക്കാരിയാണ്. ഗൗരി അരേത്തി കൂസലില്ലാതെ തെറി പറയുന്നവളാണ്. സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യനുമില്ലെന്ന് പറയാറുണ്ട്. ഭ്രാന്ത് അടിയാളനും മേലാളനും ഒരു രക്ഷപ്പെടലിന്റെ ഉപാധിയാകുന്നത് അതുകൊണ്ടാണ്. ഓർമ്മയും പിന്നാലെയുള്ള ഭൂതകാലത്തെക്കുറിച്ച് ചിന്തയുമുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം സമനില തെറ്റുന്നുണ്ട്. സെമിത്തേരിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിട്ടിയും നാടിന്റെ ചരിത്രകാരനായ കറുപ്പനും മകന്റെ ശവം മാന്തിയെടുക്കുന്ന സേവിയും നല്ല ഭ്രാന്തുള്ളവരാണ്. പൊതുബോധത്തിന് പുറത്തുള്ള സത്യം വിളിച്ചു പറയാനുള്ള വഴിയുമാണ് ഭ്രാന്ത്. അടിയാള പ്രേതത്തിലെ കുറ്റാന്വേഷണവും ഒരു ഭ്രാന്തൻ പ്രക്രിയ തന്നെയാണ്. ഒരു കുറ്റം തെളിയിക്കാനോ ആരെങ്കിലും ശിക്ഷിക്കപ്പെടാനോ ഉള്ള അന്വേഷണമല്ല അത്. പോലീസ് വേഷമിട്ട ആത്മാന്വേഷകർ മാത്രമാണ് ഉണ്ണിച്ചക്കനും ബെഞ്ചമിനും. പ്രതി ചേർക്കപ്പെടുന്നത് അൽമേഡ സായിപ്പോ അച്ചമ്പിയോ കുഞ്ഞുണ്ണിയോ അല്ല, ചരിത്രമാണ്. എന്തെങ്കിലും തെളിയിക്കാനുമുള്ള തിരച്ചിലുമല്ല അവിടെ നടക്കുന്നത്. മറിച്ച് ചില ബോധ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് കൃത്യതയുള്ള തെളിവുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. കഥകളും മിത്തുകളും ഓർമ്മകളുമാണ് അവയ്ക്ക് പകരം ശേഖരിക്കപ്പെടുന്നത്. കേരളത്തിൽ ഉണ്ടായതായി പറയുന്ന നവോത്ഥാനം പാശ്ചാത്യ അധിനിവേശത്തിന്റെയും മിഷണറി പ്രവർത്തനങ്ങളുടെയും ഫലമാണ്. LMSകാരും പോർച്ചുഗീസുകാരും തീരദേശത്ത് നടത്തിയ വ്യാപക മതപരിവർത്തനങ്ങളാണ് ഇന്നാട്ടിലെ അധകൃതരെ ഉണർത്തിയത്. എന്നാൽ അതിനിടയാക്കിയവരുടെ നൈതികതയെ ഈ നോവൽ ചോദ്യം ചെയ്യുന്നു. സായിപ്പിന്റെ അടിമയായ കാപ്പിരിയും ബ്രാഹ്മണ്യത്തിന്റെ അടിമയായ പറയനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. ഈ കഥയിലെ അദൃശ്യ സാന്നിധ്യമെന്ന് പറയാവുന്ന കാപ്പിരി അവസാനം പ്രത്യക്ഷപ്പെടുന്നത് പറയന്റെ ഒടിരൂപമായ വെള്ളക്കാളയോടൊപ്പമാണെന്നത് ശ്രദ്ധിക്കാം. പാശ്ചാത്യർ കൊണ്ടുവന്ന ആധുനികത അല്ലെങ്കിൽ നവോത്ഥാനം ജാതിയെ അല്ലെങ്കിൽ അടിമത്തത്തെ അല്പം അദൃശ്യമാക്കിയെന്നേ ഉള്ളൂ. തോളിൽ കൈയിട്ടും ഭക്ഷണം കഴിച്ചും അതിപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. കാപ്പിരി എന്ന കാപ്പിരി മുത്തപ്പൻ കൊച്ചിയിലെ പിന്നാക്കക്കാരുടെ ദൈവമായത് വെറുതെയല്ല. ശ്രീനാരായണ ഗുരു എടുത്തുകളഞ്ഞ പ്രാകൃത ദൈവങ്ങളുടെ അതേ പൂജാക്രമമാണ് കാപ്പിരി ദൈവത്തിനും. കള്ളും ഇറച്ചിയുമാണ് നിവേദ്യം. ദൈവങ്ങളുടെ ബ്രാഹ്മണീകരണമാണ് ഇന്നാട്ടിൽ ജാതിയെ കൂടുതൽ ആഴത്തിലാക്കിയത്. ശുദ്ധാശുദ്ധ സങ്കല്പവും ശ്രേണീകൃതമായ അസന്തുലിതാവസ്ഥയും ഭക്ഷണത്തിലൂടെയാണ് ഉറപ്പിച്ചതും. കാപ്പിരിക്ക് ഇന്നാട്ടിലെ അടിയാള ദൈവമായ മുത്തപ്പന്റെ പേര് വന്നതും അതേ പൂജാദ്രവ്യങ്ങൾ വന്നതും യാദൃച്ഛികമല്ല. ബ്രാഹ്മണ ദൈവങ്ങളെപ്പോലെ തെളിച്ചമുള്ള പെരുവഴിയേ അല്ല. ഇരുട്ടുപറ്റിയ ഓരങ്ങളിലൂടെയാണ് ചാത്തന്റെയും മാടന്റെയും മുത്തപ്പന്റെയും കാപ്പിരിയുടെയും നടപ്പ്. അവരെ ആരാധിക്കുന്നവരെ പോലെ അവരും അധകൃതത്വം പേറുന്നവരാണ്. പാശ്ചാത്യ ക്രൈസ്തവികതയും ബ്രാഹ്മണ്യവും ഒന്നു തന്നെയാണെന്ന് ഈ നോവൽ പലവട്ടം ഉറപ്പിക്കുന്നുണ്ട്. കറുപ്പൻ അവസാനം കാണുന്ന അന്തിമ യുദ്ധത്തിൽ വെള്ളക്കാർക്കൊപ്പം നിൽക്കുന്ന കോണാനെടുത്ത നായരെ കാണാം. മറ്റൊരു നായർ മതം മാറി നെറ്റിയിൽ അന്തോണിയോ ഡി ചെയ്ലി എന്ന പേരൊട്ടിച്ചിരിക്കുന്നു. അത്രമാത്രം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യഭാവനയ്ക്ക് ഉൾക്കൊള്ളാനാവുമോ എന്ന് ഈ നോവലിൽ ചോദ്യമുണ്ട്. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ഇതിന്റെ ആഖ്യാനത്തിൽ എഴുത്തുകാരൻ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി 3 കാലഘട്ടങ്ങൾ കൂടിക്കലരുന്ന രചനാരീതി തന്നെ. 3 കാലവും ഇഴപിരിഞ്ഞ് ഒന്നാകുന്ന ഇടങ്ങളാണ് കറുപ്പനും ഉണ്ണിച്ചക്കനും ബെഞ്ചമിനും. 3 കാലത്തെയും സ്പർശിക്കാതെ ഒരധ്യായവും മുന്നോട്ടു പോകുന്നില്ല. ഈ 3 കാലങ്ങളിലും കാപ്പിരിയുണ്ട്. ഒരിടത്തിരയായും ഒരിടത്ത് നിധി കാക്കുന്ന ഭൂതമായും ഒടുവിൽ രക്ഷപ്പെടുത്തുന്നവനായും. ഉണ്ണിച്ചക്കൻ ഇരയായും ആത്മാന്വേഷകനായും പോലീസുകാരനായും പോരാളിയായും എല്ലാ കാലത്തുമുണ്ട്. ആഖ്യാതാവ് മാറി നിന്ന് കഥ പറയുന്ന രീതിയിൽ തുടങ്ങി മാക്കോതയുടെയും ഉണ്ണിച്ചക്കന്റെയും ബെഞ്ചമിന്റെയും ഭാഗത്തു നിന്ന് കഥ പറയുന്നു. കൂടാതെ കറുപ്പന്റെയും ചീരയുടെയും സ്വഗതാഖ്യാനം എന്ന പോലെയും കഥ വികസിക്കുന്നു. ഇത്ര അടരുകളുള്ള കഥ പറച്ചിൽ രീതി ചെറിയ നോവലുകളിൽ മുഷിപ്പില്ലാതെ ഉപയോഗിക്കുന്നത് അത്ഭുതകരമാണ്. പക്ഷേ
ജാതി, വർഗ, ലിംഗ, വർണ്ണ വിവേചനങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട കഥ ഒതുക്കി പറയുമ്പോൾ പല പക്ഷത്തു നിന്നുള്ള ആഖ്യാനം അത്യാവശ്യമാണ്. 3 കാലങ്ങളും കൃത്യമായി വേർതിരിച്ചും അതിൽ മാത്രം ഒതുക്കിയുമല്ല നോവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ വരവ് മുതൽ ഇപ്പോൾ വരെയുള്ള വർഷങ്ങൾ അതിനോട് ചേർത്ത് തുന്നിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ലളിതയുക്തി കൊണ്ട് മനസ്സിലാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നെങ്കിലെന്ന് തൻ്റെ അന്വേഷണ വഴിയിൽ ഒരിടത്ത് ബെഞ്ചമിൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ നോവലിൻ്റെ കാര്യത്തിലും ശരിയാണ്. 2ാമതോ 3ാമതോ ഉള്ള വായന ഓരോ വരിയിലെയും അടരുകളും ധ്വനികളും ആവശ്യപ്പെടുന്നുണ്ട്. ഏറെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ച് അർത്ഥങ്ങൾ മെനയേണ്ട ശ്രദ്ധാലുവായ വായനക്കാരനെ അടിയാളപ്രേതം ആവശ്യപ്പെടുന്നു. ഒട്ടും രേഖീയമായല്ല കഥാപാത്രങ്ങൾ വികസിക്കുന്നതും. ആലുവ മണപ്പുറത്ത് കർമ്മിയായി പോകുന്ന മാക്കോദയും ആഞ്ഞിലി ചുവട്ടിൽ ബലിയാകുന്ന മാക്കോദയും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. അത് ചീര പ്രേമിക്കുന്ന മാക്കോദയിൽ നിന്ന് അച്ചമ്പിയുടെ അടിമയായ മാക്കോദയിലേക്കുള്ള ദൂരമാണ്. അടിയാളപ്രേതത്തിന്റെ മുഖ്യ ആഖ്യാതാവ് കറുപ്പനാണോ എന്നും നമുക്ക് സംശയിക്കാം. അയാളിലൂടെയാണ് ചരിത്രവും കഥകളും വെളിപ്പെടുന്നത്. ഉണ്ണിച്ചക്കനും ബെഞ്ചമിനും ആശ്രയിക്കുന്നത് അയാളെയാണ്. അവസാനം വ്യാസനെ പോലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ തെക്ക് ഭാഗം വാട്ടർലൂവോ കുരുക്ഷേത്രമാക്കി മാറ്റി ഉഗ്രയുദ്ധം വിഭാവനം ചെയ്യുന്നതും അയാളാണ്. ഒരു വശത്ത് വാലനും പെലേനും പറയനും കറുമ്പന്മാരും, മറുവശത്ത് പോർച്ചുഗീസുകാരും കോണാനൊടുത്ത നായന്മാരും അണിനിരക്കുന്ന മരിച്ചവരുടെ ഉഗ്രയുദ്ധം. കാഴ്ചക്കാരനായി കൊച്ചിയുടെ ചരിത്രമാണ് നിൽക്കുന്നത്. നീതി മനുഷ്യചരിത്രത്തിൽ സാധ്യമല്ലെന്ന ഇരുണ്ട ദർശനം തന്നെയാണ് കൊച്ചിയുടെ ചരിത്രകാരനായ കറുപ്പനും എഴുത്തുകാരനായ PF മാത്യൂസിനുമുള്ളത്. അടിയാളരുടെ പോരാട്ട വിജയം മരണമടുക്കുമ്പോഴുള്ള ഒരു മായക്കാഴ്ച മാത്രമാണ്. സമാനതകളില്ലാത്ത പാത്രസൃഷ്ടിയാണ് നോവലിന്റെ നായകസ്ഥാനത്തുള്ള ഉണ്ണിച്ചക്കൻ്റേത്. അയാൾ എന്തെങ്കിലും സാമ്യം വഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നാടോടി കഥാനായകനോടാണ്. ആധുനിക കാലത്തെ ഒരു കറുത്ത സൂപ്പർ ഹീറോ തന്നെയാണ് അയാൾ. തികഞ്ഞ റിയലിസ്റ്റിക് ചുവയിൽ യൂണിഫോം ഇട്ട പോലീസുകാരനായി തുടങ്ങി വെള്ളക്കാളയുടെ രൂപമുള്ള ഒടിയനായും ചിത്രകഥയിലെ വീരനായകനായും അയാൾ മാറുന്നു. അമ്മയെയും പെങ്ങളെയും കൊല്ലുന്നത് കണ്ട് പേടിച്ചോടിയ കുഞ്ഞുചക്കൻ കാറൽസ്മാൻ ചക്രവർത്തിയുടെ വലങ്കയ്യായ റോൾദോന്റെ ഉശിരുള്ളവനായി മാറുന്നു. അയാളുടെ 500 cc ബുള്ളറ്റ് തീതുപ്പുന്ന യന്ത്രക്കുതിരയാകുന്നു. ഉണ്ണിച്ചക്കന്റെ കാര്യത്തിലാണ് നോവലിസ്റ്റ് എഴുത്തിന്റെ പതിവ് രീതികളെ മുഴുവൻ പൊളിച്ചു കളയുന്നത്. എല്ലാ യുക്തികളെയും തകിടം മറിക്കുന്ന കുട്ടിക്കഥയിലെ നായകനെ പോലെ അയാൾ അച്ഛൻ്റെയും അമ്മയുടെയും അറ്റുപോയ തല ചേർത്ത് വെച്ച് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് തീണ്ടലും തൊടിയിലും മരണവുമില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുന്നു. ഏറ്റവും അശുഭചിന്തയുള്ളപ്പോഴാണ് എഴുത്തുകാരൻ യഥാതഥ കഥപറച്ചിൽ സമ്പ്രദായത്തെ പൊളിച്ചു കളയേണ്ടതെന്ന് തോന്നുന്നു. അടിമത്തം ഒരിക്കലും അവസാനിക്കില്ലെന്ന് കരുതപ്പെട്ടപ്പോഴാണ് ജനതകൾ പാട്ടും കഥയും മെനഞ്ഞതെന്ന് ഓർക്കുക. അരപ്പൈങ്കിളികളെ ആഘോഷിക്കുന്ന മലയാളി വായനക്കാരന്റെ അഭിരുചിയിൽ ഒട്ടും വിശ്വാസമില്ലാത്തയാളാണ് ഞാൻ. ചാവുനിലം തിരിച്ചറിയപ്പെടാനെങ്കിലും 4 നൂറ്റാണ്ടെടുത്തു. അതിനിനിയും ഗൗരവമുള്ള പഠനങ്ങളും വായനയും കാര്യമായി ഉണ്ടായിട്ടില്ല. കയ്യിലുള്ള ചെറിയ മുഴക്കോൽ കൊണ്ട് അളന്നു തീരാതെ നമ്മൾ അടിയാളപ്രേതത്തെയും തമസ്കരിക്കാതിരിക്കട്ടെ. കേവല പുരോഗമന രാഷ്ട്രീയ ബോധ്യങ്ങളുടെ മരക്കുതിരപ്പുറത്ത് ഇതിനു നേരെ ചാട്ടവാറും ചുഴറ്റി വരുന്നവരുടെ ഭാവനാ ദൃശ്യം കൗതുകമുണ്ടാക്കുന്നതാണ്. പ്രായത്തിലും എഴുത്തിന്റെ മികവിലും എന്നേക്കാൾ മുതിർന്നയാളാണ് PF മാത്യൂസ്. ഈ നോവൽ വായിച്ച ആവേശത്തിൽ അതിനൊരു ആസ്വാദനം എഴുതാനുള്ള അനുവാദം ചോദിച്ചു വാങ്ങിയതാണ്. മികച്ചതെന്ന് ഉറപ്പുള്ള കൃതിയുടെ തുടക്കത്തിൽ നമ്മുടെ ഒരു കുറിപ്പ് എന്ത് സന്തോഷകരമാണ്. ഇതിവിടെ കിടക്കട്ടെ. അടിയാളപ്രേതം. പറഞ്ഞ കഥകളിൽ പറയാതെ വിട്ടവ എത്രയെന്ന് ആരറിയുന്നു. എഴുതാതെ പോയ വാക്കുകളുടെ ഇടുങ്ങിയ മൂലകളിലെ ഇരുട്ടിലായിരുന്നു അവയുടെ മർമ്മം. അടിയാളപ്രേതത്തെക്കുറിച്ച് എഴുത്തുകാരൻ PF മാത്യൂസ്. എഴുത്തിനും വായനയ്ക്കുമിടയിലെ സീബ്രാവരകൾ. കൂടെ ജോലി ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനായെന്ന് കണ്ടെത്തിയ ഹെഡ് കോൺസ്റ്റബിൾ ആ സത്യം തൽക്കാലം പുറത്തുവിടാതിരിക്കാനായി സ്റ്റേഷനിലെ കീഴ്ജീവനക്കാരോടൊരു കള്ളക്കഥ പറഞ്ഞു. നമ്മുടെ സബ് ഇൻസ്പെക്ടർ അങ്കമാലിയിലുള്ള സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് കാമുകിയോടൊപ്പം വാഗമണ്ണിൽ ഒളിച്ചു താമസിക്കുകയാണ്. ആ നേരത്തെ അയാളുടെ ഭാവനയിൽ നിന്നുണ്ടായ വെറുമൊരു കഥ.
പിറ്റേന്ന് രാവിലെയാണ് മറ്റൊരു വസ്തുത അറിഞ്ഞത്. ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞത് കഥയല്ല, സത്യം തന്നെയായിരുന്നുവെന്ന്. അത് കേട്ടപ്പോൾ ആ കഥ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ തലയിൽ കൈവച്ചുപോയി. കഥ മെനയുന്നവർക്ക് അങ്ങനെ ഒരു പരിണതി കൂടി സംഭവിക്കാം. അതിനാൽ സ്വപ്നവും ഭാവനയും സ്വകാര്യ സദസ്സുകളിൽ പറയുമ്പോൾ പോലും സൂക്ഷിക്കണം. അതിലൊക്കെ മിഥ്യയേക്കാളേറെ സത്യമാണുള്ളതെന്നും വരാം. അടിയാളപ്രേതം പാതിയായപ്പോൾ ഇങ്ങനെ ചില തോന്നലുകളോ തിരിച്ചറിവുകളോ ഒക്കെ ഉണ്ടായി. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തൊട്ടറിയാവുന്നതും അല്ലാത്തതുമായ രണ്ട് തലങ്ങളെക്കുറിച്ച് നമ്മൾ വിവരിക്കാറുണ്ട്. ഒന്ന് തീർത്തും ഭൗതികമായ കാര്യങ്ങൾ, രണ്ടാമത്തേത് അയാളുടെ സ്വപ്നങ്ങളും ഭാവനയും ചിന്തകളും അടങ്ങുന്ന മറ്റൊരു തലം. കഥകളും നോവലുകളും സാധ്യമാക്കുന്നവർ സ്വാഭാവികമായും ഈ രണ്ട് തലങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് കഥയെയും കഥാപാത്രങ്ങളെയും ആവിഷ്കരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ പ്രമുഖ പത്രത്തിലെ ലേഖകൻ രസകരമായൊരു ചോദ്യം ചോദിച്ചു. ആധുനിക ശാസ്ത്രം മനുഷ്യഭാവനയ്ക്ക് അതീതമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ നടപ്പാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം വിവരിക്കാമോ എന്ന്. എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരാളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അയാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു തിരശീലയിൽ എന്ന പോലെ കാണാനും അറിയാനും കഴിയണമെന്നതായിരുന്നു എൻ്റെ മറുപടി. വെറും ഒരു കൗതുകത്തിന് പറഞ്ഞൊരു ഉത്തരം പിൽക്കാലത്ത് കൂടുതൽ ആലോചനകൾക്ക് വഴിതെളിച്ചു. മനസ്സുകളെ അതേപടി കാണാനുള്ള കഴിവ് മനുഷ്യവംശത്തിന് കിട്ടിയാൽ ജീവിതം പാടെ മാറിമറിയാനാണ് സാധ്യത. ഇപ്പോഴുള്ള യാഥാർത്ഥ്യം മറ്റൊന്നിന് വഴിമാറും. മനസ്സുകൾ തമ്മിലുള്ള കൈമാറ്റങ്ങൾ വളരെ എളുപ്പമായി തീരും എന്നത് തന്നെയാണ് അതിന് കാരണം. സ്വപ്നങ്ങൾ പോലും വിനിമയത്തിലുള്ള മാധ്യമമായി മാറുന്നത് വളരെ മനോഹരമായ സങ്കല്പമാണ്. സ്വപ്നങ്ങൾ കാണുവാനും കൈമാറുവാനും ഒരാളുടെ സ്വപ്നത്തിലേക്ക് മറ്റൊരാൾക്ക് കടന്നു ചെല്ലാനും കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരേ സമയം കൂടുതൽ രസകരമാവുകയും സങ്കീർണമാവുകയും ചെയ്യും. ഒരാളുടെ സ്വപ്നത്തിലേക്ക് കയറി അതിൽ മാറ്റം വരുത്തിയാൽ എങ്ങനെയുണ്ടാകും എന്ന ചിന്ത ശക്തമായത് യാസുതാക്ക ടുട്സുയിയുടെ പപ്രിക്ക എന്ന 1993 ശാസ്ത്ര നോവലിനെ അടിസ്ഥാനമാക്കി സതോഷി കോൻ എന്ന ജപ്പാനീസ് സംവിധായകൻ 2006 അതേ പേരിൽ ഒരുക്കിയ അനിമേ ചിത്രം കണ്ടപ്പോഴാണ്. അതിലെ കേന്ദ്ര പ്രമേയം തന്നെ മറ്റൊരാളുടെ സ്വപ്നങ്ങളിലേക്ക് കടന്ന് ആ സ്വപ്നത്തെ വഴിതിരിച്ചു വിടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളുമാണ്. 2010 ഹോളിവുഡ് സംവിധായകനായ ക്രിസ്റ്റഫർ നൊളാൻ ഇൻസെപ്ഷൻ എന്ന ചിത്രത്തിലൂടെ ഈ ആശയത്തെ കൂടുതൽ ജനപ്രിയമാക്കി. ഇനിയും ചികഞ്ഞു ചെന്നാൽ നമ്മുടെ പുരാണങ്ങളിലും പഞ്ചതന്ത്രം കഥകളിലും 1001 രാവുകളിലുമൊക്കെ സമാനമായ ചില ചിന്താധാരകളും വിവരണ സമ്പ്രദായങ്ങളും കണ്ടെത്താനായെന്നും വരാം. യാഥാർത്ഥ്യം തീരെ അപര്യാപ്തമാണെന്ന തോന്നലുണ്ടാകുമ്പോഴാണ് ഭാവനയുള്ള ചിലർക്കെങ്കിലും പുതിയതൊന്ന് സൃഷ്ടിക്കാനുള്ള ത്വരയുണ്ടാകുന്നത്. ഭാവനയുടെ ആകാശം പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ചുരുക്കിയ സൃഷ്ടാക്കളാണ് അനുഭവങ്ങളെ അതേപടി വിവരിക്കാനായി ശ്രമിക്കുന്നതെന്നും തോന്നിയിട്ടുണ്ട്. ഭാവനാ ലോകത്തെയും യാഥാർത്ഥ്യത്തെയും പരസ്പരം വേർപെടുത്തി കാണാവുന്ന നിലയിൽ തന്നെ ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള അതിർവരമ്പ് വ്യക്തമായി കാണാൻ ഒരാൾക്ക് എളുപ്പമാണ്. പക്ഷേ സാധാരണഗതിയിൽ കലയിൽ സംഭവിക്കുന്നത് മറിച്ചാണ്. യാഥാർത്ഥ്യവും ഭാവനയും അതിർവരമ്പുകളില്ലാതെ പരസ്പരം ലയിച്ചു പോകും. പെട്ടെന്ന് ജലം മുഴുവൻ വറ്റിപ്പോയ സമുദ്രത്തിലെ മണൽത്തിട്ടയിൽ ഉറച്ചുപോയ കപ്പൽ എന്ന ബിംബം എങ്ങനെയാണ് തലയിലേക്ക് കയറിക്കൂടിയതെന്നറിയില്ല. കഥാവിവരണങ്ങളിൽ നിന്ന് ഭാവനയുടേതായ ജലാംശം വലിഞ്ഞില്ലാതാവുകയും വരണ്ട ജീവിതാനുഭവങ്ങളെ അതേപടി ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ ഈ ബിംബം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ജലാംശമില്ലാത്ത ഭാവനയുടെ ആകാശങ്ങളിൽ പറക്കാത്ത നോവൽ പത്രവാർത്തകളേക്കാൾ വിരസമായ ഒരു അനുഭവമാണ്. ഇത്രയും വിവരിക്കുന്നത് അടിയാളപ്രേതത്തിന്റെ പിറവിയെക്കുറിച്ചൊരു സൂചന നൽകാൻ വേണ്ടി കൂടിയാണ്. 2015 രചിക്കപ്പെട്ട ഇരുട്ടിൽ ഒരു പുണ്യാളൻ എന്ന എൻ്റെ തന്നെ നോവലിൻ്റെ ഒരു ശിഖരത്തിൽ നിന്നാണ് ഈ നോവൽ പിറവിയെടുക്കുന്നത്. കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ പോലെയുള്ള വിവരണങ്ങൾ 1001 രാവുകൾക്ക് മുമ്പേ തന്നെ നമുക്ക് ശീലമുണ്ട്. ഒരു സ്വപ്നത്തിനുള്ളിലേക്ക് മറ്റൊരു സ്വപ്നം കയറി വരുന്നതും അതുപോലെ തന്നെ സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു നോവലിനുള്ളിൽ മറ്റൊരു നോവൽ കൂടി ആകാവുന്നതാണ്. പുണ്യാളന്റെ തുടർച്ചയോ തുടക്കമോ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഈ കൃതി എഴുതി തുടങ്ങിയതെങ്കിലും അങ്ങനെയല്ലാതെ തന്നെ തനിയെ നിൽക്കുന്ന ഒരു കൃതിയാണിതെന്ന് എഴുതി തീർന്നപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു.
ഇരുട്ടിൽ ഒരു പുണ്യാളൻ എന്ന നോവൽ പൂർത്തിയാക്കി അച്ചടിക്കാൻ കൊടുക്കുമ്പോൾ അതുമായി ബന്ധമുള്ള എന്തെങ്കിലും ഇനി ഞാൻ എഴുതുമെന്ന് വിചാരിച്ചിരുന്നതേയില്ല. ആ കൃതിയിൽ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന തീർച്ചയാണ് ഉണ്ടായിരുന്നത്. കുറച്ചുകാലം കഴിഞ്ഞ് അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും എന്ന കഥ എഴുതിയപ്പോൾ ഇരുട്ടിൽ ഒരു പുണ്യാളനിൽ മണ്ണോട് മണ്ണായ അതേ അച്ചമ്പി ഒരു മടിയുമില്ലാതെ മടങ്ങിവന്ന് കുഞ്ഞുമാക്കോതയ്ക്കൊപ്പം കഥയുടെ ഇടം പങ്കിട്ടത് വലിയ കൗതുകമുണ്ടാക്കി. ഈ കുഞ്ഞുമാക്കോത പെട്ടെന്ന് കടന്നു വന്നൊരു കഥാപാത്രവുമല്ല. അയാൾ പുണ്യാളനിൽ കൊച്ചൂട്ടൻ എന്ന പേരിൽ പുലപ്പതിക്ക് മുന്നിൽ നിന്ന് തുള്ളുന്നുണ്ട്. പുണ്യാളൻ എഴുതുന്നതിന് വളരെ മുമ്പ് കൊച്ചൂട്ടൻ ജനിച്ചിരുന്നു. കൊച്ചി തീരദേശത്തുള്ള പറയ സമുദായാംഗങ്ങളുടെ ക്രിയകൾ നടത്തുന്ന പുരോഹിതനായിട്ടാണ് ഒരു ചെറുകഥയിലൂടെ അയാൾ ആദ്യമായി കടന്നു വന്നത്. അന്നും അയാളുടെ പേര് കൊച്ചൂട്ടൻ എന്നായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് 2018 93 വയസ്സുള്ള അവശനും രോഗിയുമായ കുഞ്ഞുമാക്കോത എന്ന വലിയ മനുഷ്യനെ കണ്ടപ്പോഴാണ് കൊച്ചൂട്ടൻ എന്ന പേര് മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയത്. തീരെ സംസാരിക്കാൻ വയ്യായിരുന്നുവെങ്കിലും അതെല്ലാം അവഗണിച്ച് പ്ലാസ്റ്റിക് കസേരയുടെ കൈപ്പിടിയിൽ യൂറിൻ ബാഗും തൂക്കിയിരുന്ന് സാത്വിക തേജസ്സോടെ 2 മണിക്കൂറോളം സംസാരിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമോ കഥകളോ എനിക്കറിയില്ല. ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ സമുദായം സ്വരൂപിച്ച സംസ്കൃതി അത്രയും സവർണതയുടെ കടന്നുകയറ്റത്തിൽ ദുർബലപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ്. പുതുതലമുറയ്ക്ക് പറയപ്പേച്ചു പോലും എന്താണെന്നറിയില്ല. എൻ്റെ ഒന്നിലേറെ കഥകളിൽ കടന്നു വന്ന കൊച്ചൂട്ടൻ്റെ പേര് ഞാൻ കുഞ്ഞുമാക്കോത എന്നാക്കിയത് വളരെ സ്വാഭാവികമായിട്ടായിരുന്നു. പുണ്യാളനിലെ കഥാപാത്രങ്ങളായ അച്ചമ്പിയും ഭാര്യ അന്നംകുട്ടി താത്തിയും മകൻ സേവ്യറും അയാളുടെ ഭാര്യ കാർമലിയും അവർക്ക് പിറന്ന മരിച്ചിട്ടും മരിക്കാത്ത ഇമ്മാനുവൽ എന്ന 6 വയസ്സുകാരനുമെല്ലാം ഈ കൃതിയിലും ചിലയിടത്തൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഇത് അവരുടെ ചരിത്രമല്ല. ഇരുട്ടിൽ ഒരു പുണ്യാളനിൽ പറയാതെ വിട്ട എത്രയോ കഥകളും കഥാപാത്രങ്ങളുമുണ്ട്. എന്നാൽ ആ നോവലിനെ ഒരു തരത്തിലും പിൻപറ്റുവാനോ അതിലെ വിവരണങ്ങളെയും വസ്തുതകളെയും അതേപടി പിന്തുടരാനോ ശ്രമിച്ചിട്ടില്ല. പുണ്യാളനിലെ സ്ഥലം ഒരു പ്രപഞ്ചമായി കാണുകയാണെങ്കിൽ അവിടെയുള്ള നിസ്സാരരും കീഴാളരുമൊക്കെയായ അനേകം മനുഷ്യജീവിതങ്ങളെ കൂടി കാണാൻ കഴിയും. അവരുടെ ചരിത്രവും അവരെ നയിച്ച വികാരങ്ങളെയും പിന്തുടരുവാനാണ് അടിയാളപ്രയത്നം ശ്രമിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ പണ്ട് പോർച്ചുഗീസുകാർ തങ്ങളുടെ സ്വത്തുക്കളുടെ കാവൽക്കാരനാകാൻ കൊന്നുകുഴിച്ചുമൂടിയ കാപ്പിരിമാർ പോലും ഇതേ കീഴാള ജന്മത്തിൻ്റെ നിസ്സഹായത പങ്കിട്ടവനാണ്. ചരിത്രത്തിൻ്റെ സഞ്ചാര വഴികളിലെല്ലാം കീഴാളച്ചോര വീണ് കിടക്കുന്നുണ്ട്. സ്ഥലകാലങ്ങളുടെ അതിർവരമ്പുകൾ മാഞ്ഞില്ലാതാകുന്ന മാന്ത്രിക മുഹൂർത്തത്തിൽ കുഞ്ഞുമാക്കോതയും കാപ്പിരിയുമെല്ലാം ഒരേ നിയോഗം പങ്കിടുന്നവരായി മാറുന്നതും കാണാം. ഒരാൾ അയാളായി മാറുന്നതിൻ്റെ പിന്നിൽ മുന്നേ കടന്നുപോയ നിരവധി മനുഷ്യരുടെ ജീവിതം കൂടിയുണ്ട്. മുന്നിലും പിന്നിലുമായി സഞ്ചരിക്കുന്നവർക്കിടയിലെ ഒരു കണ്ണിയാണ് കഥ എഴുതുന്നവർ. കടന്നുപോയവരുടെയും കൂടെ നടക്കുന്നവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും ജീവിതം അവർ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തീർച്ചയുള്ളത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളായതിനാൽ ആ തീർച്ച തന്നെ എത്ര കുറവാണ്. അതേക്കുറിച്ച് പറയുന്നതാകും നല്ലത്. എനിക്ക് മുന്നേ കടന്നുപോയ ആ ജീവിതങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കൺമുന്നിൽ വലിയൊരു ശൂന്യത മാത്രമേ ഞാൻ കാണുമായിരുന്നുള്ളൂ. 60കളിലെ വൈദ്യുതിയില്ലാത്ത ചെറുവീട്ടിലെ കൂരിരുട്ടിൽ കാറ്റിലാടിക്കളിക്കുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ നാളത്തിന് പിന്നിൽ തെളിയുന്ന മുഖം ഞാൻ ഓർക്കുകയാണ്. ഐൻസ്റ്റീനേക്കാളും പാറിപ്പറന്ന വെള്ളത്തലമുടിക്ക് താഴെ ചോന്ന ജനം പോടുന്ന കണ്ണുകളും ചോര ചുവപ്പിച്ച ചുണ്ടുകളും പല്ലുകളുമുള്ള വരണ്ടുണങ്ങി കവിളിലുയർന്ന ചെമ്പുനിറമുള്ള വലിയ മേക്കാമോതിരം തൂക്കി നീണ്ടുപോയ കാതുകളുള്ള കറുത്ത മുഖം. കഥകളിൽ നിന്നിറങ്ങി വന്ന മന്ത്രവാദി അമ്മൂമ്മയെപ്പോലെ 90ലേറെ വയസ്സുള്ള ആ മുത്തിയമ്മൂമ്മ ഇരുമ്പുരുളിൽ എന്തോ ഇടിച്ചുപിടിച്ച് ഇടയ്ക്കിടെ വായിലേക്ക് തിരുകുന്നുണ്ട്. പിന്നാലെ ആ വായിൽ നിന്ന് പാതിരാവോളം നീളുന്ന ചോര നീരോടിയ കഥകളും ഇറങ്ങി വരും. കാപ്പിരി മുത്തപ്പൻ്റേതടക്കമുള്ള മിത്തുകളെ 3.5 വയസ്സുകാരനായ ബാലന്റെ ആകാംക്ഷയെ പെരുപ്പിച്ച് ഭീകരതയും സ്തോഭവും നിറഞ്ഞ ത്രില്ലറുകളാക്കിയാണ് അവർ പറഞ്ഞിരുന്നത്. വൈപ്പിൻകരയിലെ ഇടവനക്കാട്ടു നിന്നും ഞങ്ങൾ താമസിക്കുന്ന കോമ്പാറ കോളനിയിലെ വീട്ടിൽ എന്നെ കാണാൻ വന്നിരുന്ന അമ്മൂമ്മയുടെ അമ്മയെ കൊച്ചമ്മച്ചോ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. മിസ്റ്ററി, ത്രില്ലർ തുടങ്ങിയ ജനസുകളിലേക്ക് എന്നെ നയിച്ചത് ഈ കൊച്ചമ്മച്ചോയാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അടിയാളപ്രേതം എന്ന ഈ നോവൽ എഴുതുമ്പോഴാണ് കൊച്ചമ്മച്ചോയുടെ വിവരണങ്ങളുടെ പ്രചോദനത്തിൻ്റെ ആഴം
ഞാൻ തിരിച്ചറിഞ്ഞത്. യുക്തികളുടെ ചങ്ങലക്കെട്ടുകളില്ലാത്ത അതിരറ്റ സ്വപ്നാടനങ്ങൾ സംഭവിക്കാവുന്ന ആ ബാല്യത്തിൻ്റെ വിളിയും അതിൻ്റെ സൗന്ദര്യവും എനിക്കറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും എഴുത്തിനിടയിൽ കഥ യാഥാർത്ഥ്യമായും യാഥാർത്ഥ്യം കഥയായും മാറാം. ഭാവനയുടെ നിർമ്മിതിയാണ് നോവലെങ്കിലും അത് എഴുതുന്നയാളെയും വായിക്കുന്നയാളെയും രൂപപ്പെടുത്തിയ ചരിത്രം നോവലിൻ്റെ അന്തരീക്ഷമായി മാറുമെന്നാണ് എൻ്റെ വിചാരം. നല്ല ഗതാഗതമുള്ള നിരത്തിൽ വായനക്കാരോടൊപ്പം സീബ്ര ക്രോസിംഗിൽ നിൽക്കുകയാണ് ഇതെഴുതിയവനും. വരൂ, നമുക്കൊന്നിച്ച് ഈ നിരത്ത് മുറിച്ചു കടക്കാം. PF മാത്യൂസിന്റെ വിഖ്യാത നോവൽ അടിയാള പ്രേതത്തിന്റെ ഓഡിയോ ബുക്ക് പതിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്റ്റോറിയോയ്ക്ക് വേണ്ടി പക്ക സ്റ്റോറിയോസ് ആണ്. ഈ പതിപ്പിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ: ആഖ്യാനം ദാമോദർ രാധാകൃഷ്ണൻ, പശ്ചാത്തല സംഗീതം ശീർഷക സംഗീതം സംഗീത് SK, റെക്കോർഡിംഗ് ബ്രൈറ്റ് സ്റ്റുഡിയോ, ഇല്ലസ്ട്രേഷൻ ജിഷ്ണു പ്രകാശ്, ശബ്ദമിശ്രണം ജിൻസ് അഗസ്റ്റിൻ, നിർമ്മാണം ജയൻ കോമത്ത്.